ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ഷണക്കത്തിലൊക്കെ മഞ്ഞൾ തേച്ച ശേഷം മഹേന്ദ്രൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി, പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ക്ഷണക്കത്ത് ആദ്യം തന്നെ നിനക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ തുടക്കം ഇടുകയാണ്. നീയും അച്ഛനും ചേർന്നിട്ട് വാങ്ങിച്ചോളൂ. അപ്പോൾ ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല മോനെ, നീ അത് ജാനകിയുടെ കയ്യിൽ മാത്രമായിട്ട് കൊടുത്താൽ മതി, അതാണ് കീഴ്വഴക്കം. അപ്പോൾ പിന്നെ ലക്ഷ്മിയും മഹേന്ദ്രനും ചേർന്നിട്ട് ആദ്യത്തെ ക്ഷണപത്രിക എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൈസയൊക്കെ വെച്ച് പിന്നെ ഒരു താലത്തിൽ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ജാനകിക്ക് കൊടുക്കുന്നത്. ജാനകി അത് രണ്ട് കൈ നീട്ടി വാങ്ങിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവും ചന്ദ്രികയും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നോക്കുമായിരുന്നു. മഹേന്ദ്രനും ലക്ഷ്മിയും ചേർന്ന് കൊടുത്ത ആ ഒരു ക്ഷണപത്രം വാങ്ങിച്ച് കണ്ണിൽ വെച്ച് തൊട്ടു തൊഴുതുകൊണ്ട് ജാനകി ആരതിക്ക് കൊടുക്കുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, അവർ ഇങ്ങോട്ടേക്ക് തന്നതുപോലെ ഇനി ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ക്ഷണപത്രം, ആദ്യത്തെ ക്ഷണപത്രിക അവർക്ക് കൊടുത്തുകൊണ്ട് നീയും തുടക്കമിടണം. അപ്പോൾ ആരതിയോട് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ജാനകി പറയാണ്. അടുത്തതായിട്ട് ജാനകിയും ലക്ഷ്മിയും മഹേന്ദ്രനും ചെയ്ത പോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ക്ഷണപത്രവും അതിന് കൂടെ ആ ഒരു പൈസയും അങ്ങനെയൊക്കെ ചേർത്തിട്ട് ജാനകിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ജാനകിയുടെ സമ്മതത്തോടു കൂടി സിദ്ധുവിൻ്റെ ഭാര്യയാകുക എന്നുള്ളത്. ആരതിക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ആഗ്രഹമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. മുത്തശ്ശൻ അവരെയും അനുഗ്രഹിക്കുകയാണ്. ജാനകി ചെയ്തതുപോലെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രനും ആ ഒരു പുതിയ ക്ഷണപത്രിക കിട്ടിയതിനെ കണ്ണുവെച്ച് തൊഴുവാണ്. ചന്ദ്രിക കണ്ണ് നിറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് മലരാണെങ്കിൽ മുറ്റത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ലക്ഷ്മി വരുന്നത്. മലരാകെ സങ്കടത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയാണെങ്കിൽ മലറിനെ ഒരുപാട് തിരഞ്ഞതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉദ്യാനത്തിൽ വന്നിട്ട് മലറിനോട് ചോദിക്കുന്നുണ്ട്, മലർ, എന്താ മോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? മോള് പ്രിയയുടെ കൂടെ കളിക്കാൻ പോയില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് കളിക്കാനൊന്നും താല്പര്യമില്ല, മലർ പറയാണ്. എന്താടാ മോക്ക് എന്താ ഇഷ്ടമല്ലാത്തത്? ലക്ഷ്മി വിഷമത്തോടെ ചോദിച്ചപ്പോൾ തിരിച്ച് മലർ വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അമ്മ എപ്പോഴാണ് വരിക മുത്തശ്ശി? അമ്മയും സിദ്ധുവും ചേർന്നിട്ട് ഒരു ക്ലയൻറ്റിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വരുവടാ. അത് കേട്ടപ്പോൾ മലറിൻ്റെ മുഖം ഒന്നുകൂടി ഇടുങ്ങുകയാണ്. അവൾ ആകെ സങ്കടത്തോടെയും വിഷമത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മലർ, എന്താടാ മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മലരിൻ്റെ മുഖത്ത് ആ ഒരു വിഷമം ലക്ഷ്മിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മലർ അവളുടെ മനസ്സിലുള്ള കാര്യം ലക്ഷ്മിയോട് പറയുന്നത്. അമ്മയ്ക്കും സിദ്ധുവിനും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ മറന്നു പോവോ? അത് കേട്ട സമയത്ത് ലക്ഷ്മിക്ക് വീണ്ടും വല്ലാത്ത സങ്കടം തോന്നുവാണ്. അവർ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മ എങ്ങനെയാ മോളെ മറക്കുക? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, പറ. അപ്പോൾ മലര് തൻ്റെ മനസ്സിലുള്ള സംശയം പറയാണ്. ഇപ്പം തന്നെ അമ്മ എൻ്റെ കൂടെ തീരെ ഉണ്ടാവുന്നില്ല. എപ്പോഴും സിദ്ധുവിൻ്റെ കൂടെ തന്നെയാണ് അമ്മ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മ എപ്പോഴും സിദ്ധുവിൻ്റെ കൂടെ തന്നെയാവും, എന്നെ മറന്നു പോവും. അങ്ങനെയൊന്നുമില്ല മോളെ, അമ്മ ജോലിക്കാര്യം കൊണ്ടാണ് കുറച്ച് തിരക്കായി പോകുന്നത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാത്തത്. അതിന് മോൾ ഇങ്ങനെയൊന്നും ആലോചിക്കരുത്. മോൾക്ക് മനസ്സിലായോ? സിദ്ധുവും ചന്ദ്രികയും മോളെ വിട്ട് എങ്ങോട്ടും പോവില്ല, എപ്പോഴും മോളുടെ കൂടെ തന്നെ കാണും. അതൊക്കെ വിചാരിച്ച് മോളെ ഒരു കാരണവശാലും സങ്കടപ്പെടരുത്. മോക്ക് മുത്തശ്ശി ഭക്ഷണം തരട്ടെ? വേണ്ട മുത്തശ്ശി, ഞാൻ അമ്മ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോളാം. കാരണം ലക്ഷ്മി അത്രയധികം സംസാരിച്ചിട്ടും മലറിൻ്റെ മനസ്സിൽ നിന്നും അവളുടെ ആകുലതകളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ വരാൻ ഒരുപാട് നേരം വൈകുവടാ. അമ്മയാണ് മോൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ മലര് വിട്ടുകൊടുക്കുന്നില്ല. അമ്മ എത്ര ലേറ്റായിട്ട് വന്നാലും ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും തന്നെ കഴിച്ചോളാം, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടി എഴുന്നേറ്റ് പോവാണ്. ലക്ഷ്മി വല്ലാത്ത മനപ്രയാസത്തിലാണ് ഉണ്ടായിരുന്നത് മലരിൻ്റെ അങ്ങനെ ഒരു സമീപനം കണ്ടിട്ട്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും ചേർന്ന് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പൂജാരിയോട് കാര്യം പറയുന്നുണ്ടായിരുന്നു. അവരുടെ വിവാഹ ക്ഷണക്കത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത് മുഴുവനായിട്ടും. അപ്പോൾ അത് ദൈവത്തിൻ്റെ കാൽക്കൽ വെച്ചിട്ട് പൂജിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. മനം പോലെ മാംഗല്യം എന്നാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പൂജാരി അത് വാങ്ങിയിട്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് അത്രയും ചന്ദ്രികയും സിദ്ധാർത്ഥും പ്രാർത്ഥനയോടെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന് പ്രസാദം കൊടുക്കുവാണ് രണ്ടുപേർക്കും.
അതിനുശേഷം പൂജ ചെയ്യാൻ വേണ്ടി കൊടുത്ത ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മാത്രമല്ല ഒന്ന് വേറെ തന്നെ എടുത്തിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചന്ദ്രികയെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ദൈവം നിങ്ങളുടെ കല്യാണ നിശ്ചയം നല്ല രീതിയിൽ നടത്തിത്തരും എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്യാണ്. സിദ്ധാർത്ഥ് അദ്ദേഹത്തിന് നന്ദി പറയുന്നുണ്ട്. സിദ്ധു സർ വരൂ, നമുക്ക് ക്ഷേത്രത്തിൽ വലം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അതിന് പോവാണ്. ആ സമയത്താണ് വാസുദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധാർത്ഥിനെ അവിടെ എങ്ങും കാണാത്തത് കൊണ്ട് അദ്ദേഹം സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാണ്. അച്ഛനാ വിളിക്കുന്നത്. സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്. ആ പറയൂ അച്ഛാ, ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞങ്ങൾ ക്ഷേത്രം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ക്ഷേത്രത്തിന് മുൻവശത്തായിട്ടാണ് ഉള്ളത്. എങ്കിൽ നിങ്ങൾ അവിടെ നിന്നോളൂ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു കോള് കട്ട് ചെയ്യാണ്. അദ്ദേഹത്തെ കണ്ട സമയത്ത് സിദ്ധാർത്ഥിനെ അദ്ദേഹം കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രികയോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതിനുശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ജാനകിക്ക് സുഖാണോ എന്നൊക്കെ വേറെ തന്നെ അന്വേഷിക്കുകയാണ്. സുഖാണച്ചാ. ആരതിക്ക് സുഖമല്ലേ മോനെ? അത് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖം ആകെ ഒന്ന് വാടുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രികയ്ക്കും അതേ ഫീല് തന്നെയാണ്. എന്നിട്ടും അവൻ അച്ഛനോട് പറയുന്നുണ്ട്, സുഖാണച്ചാ. എന്നാ ആകാശിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ ആരതിയെ മരുമകളായിട്ട് സ്വീകരിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഇന്നും അവൾ വിഷമത്തോടെയാണുള്ളത്. അത് കേട്ടപ്പോൾ വാസുദേവൻ്റെ കണ്ണ് നിറയാണ്. എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. വാസുദേവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, ആരതിയെ എത്രയും പെട്ടെന്ന് തന്നെ ആകാശിൻ്റെ അമ്മയും അച്ഛനും സ്വീകരിക്കും മാമ. അതോർത്ത് നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട. അവൾ സമാധാനിപ്പിക്കുന്ന കേട്ടപ്പോൾ വാസുദേവന് വീണ്ടും കുറ്റബോധം തോന്നുവാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ നിന്നെ മനസ്സിലാക്കാതെ ഒരുപാട് നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രിക. പക്ഷേ ഇപ്പോഴതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. നിന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല ചന്ദ്രിക. അതൊക്കെ കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഒരു കാലത്ത് ആരും തന്നെ ചന്ദ്രികയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നീ എനിക്ക് തന്നോളൂ ചന്ദ്രിക, ഞാനത് സ്വീകരിച്ചോളാം. വാസുദേവൻ ചന്ദ്രികയോട് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനാ അമ്മാവ ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ അതൊക്കെ മറന്നു. നിങ്ങളും അതൊക്കെ മറന്നേക്കൂ. അത് കേട്ടപ്പോൾ വാസു സിദ്ധാർത്ഥിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയാണ്, എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്, അദ്ദേഹം തന്നെ എല്ലാം തീർത്തു തരും. പെട്ടെന്ന് ഓർത്തുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അച്ഛാ ഒരു മിനിറ്റ്. ചന്ദ്രിക കല്യാണ ക്ഷണക്കത്തെടുക്ക്. എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ഒരു തട്ടിൽ നിന്നും കല്യാണ ക്ഷണക്കത്തെടുക്കുകയാണ്. എന്നിട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ആ ഒരു പൈസയൊക്കെ വെച്ചിട്ട് അനുഗ്രഹത്തിന് എന്നുള്ള രീതിയിലാണ് വാസുദേവന് കൊടുക്കുന്നത്. വാസുവിന് ആദ്യം കാര്യം മനസ്സിലായില്ല. അപ്പോൾ അയാൾക്ക് കൊടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് തന്നെയാണ് പറയുന്നത്, അച്ഛാ വരുന്ന വെള്ളിയാഴ്ച എനിക്കും ചന്ദ്രികയ്ക്കും കല്യാണ നിശ്ചയമാണ് അച്ഛാ, നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ശരി സിദ്ധു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ക്ഷണക്കത്തെടുത്ത് തുറന്നു നോക്കുവാണ്. അപ്പോൾ അതിനകത്ത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വാസുവിൻ്റെ പേര് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം സിദ്ധു, ഞാൻ കല്യാണ നിശ്ചയത്തിന് തീർച്ചയായിട്ടും വരാം. പക്ഷേ ജാനകി എന്നെ അങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കുമെന്ന് അറിയില്ല സിദ്ധു. അയാൾ വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞപ്പോൾ ചന്ദ്രികയാണ് പറയുന്നത്, അമ്മായി നിങ്ങളൊന്നും പറയില്ല മാമ. സിദ്ധു സാറിൻ്റെ അച്ഛനായിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ കല്യാണ നിശ്ചയത്തിന് പങ്കുചേരണം. അയാൾ രണ്ടുപേരുടെ മുഖത്ത് അതിശയത്തോടെ മാറി മാറി നോക്കുവാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ വരും മോളെ. ജാനകി എന്നെ വഴക്ക് പറഞ്ഞ് അപമാനിച്ചാൽ പോലും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ നിശ്ചയത്തിൽ പങ്കുചേരാൻ ഞാൻ തീർച്ചയായും വരും മോളെ. അപ്പോഴാണ് സിദ്ധു പറയുന്നത്, അച്ഛാ നിങ്ങൾ ആ ക്ഷണക്കത്ത് തുറന്നൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ വേഗം തന്നെ ആ ഒരു ക്ഷണക്കത്ത് തുറന്ന് വായിച്ചു നോക്കുകയാണ് വാസു. അപ്പോൾ അതിലാണ് കാണുന്നത് വാസുവിൻ്റെ പേരാണ് അച്ഛൻ്റെ സ്ഥാനത്തുള്ളത് എന്ന്. അത് കണ്ടപ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ സിദ്ധാർത്ഥിനെ നോക്കുന്നുണ്ട്. കാരണം ആരതിയുടെയും സിദ്ധുവിൻ്റെയും അച്ഛനായിട്ട് ഇനി അയാളെ പരിഗണിക്കാനാവില്ല എന്ന് ജാനകി അയാളോട് തീർത്ത് പറഞ്ഞതാണ്. ആ ഒരു സ്ഥാനത്തിന് ഇനി അയാൾക്ക് യാതൊരു അർഹതയില്ല എന്ന്. അയാൾ നിറഞ്ഞ കണ്ണുകളോടെയാണ് രണ്ടുപേരെയും മാറി മാറി നോക്കുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥ അയാളെ ആശ്വസിപ്പിക്കുകയാണ് ചേർത്ത് പിടിച്ചുകൊണ്ട്. എന്തിനാ അച്ഛാ കരയുന്നത്? സിദ്ധു, ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടടാ. എന്നാൽ അതൊക്കെ മറന്ന് അതൊക്കെ മാപ്പ് തന്നിട്ട് എൻ്റെ പേര് നിങ്ങൾ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തി. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു മോളെ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അച്ഛാ അങ്കിള്, ആൻറ്റി, അമ്മ, മുത്തശ്ശൻ എല്ലാവരും നിങ്ങളുടെ പേര് ഈ ഒരു ക്ഷണക്കത്തിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാൽ ചന്ദ്രികയാണ് നിങ്ങളുടെ പേര് ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തണം, തീർച്ചയായും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് എല്ലാവരോടും വാശി പിടിച്ചത്.
അത് കേട്ടപ്പോൾ അയാൾക്ക് വീണ്ടും വീണ്ടും കുറ്റബോധം തോന്നുവാണ്. കാരണം ഇത്രയും കാലം അയാൾ ചന്ദ്രികയെക്കുറിച്ച് ചിന്തിച്ചതൊന്നും അല്ലായിരുന്നു അവൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ. അതുകൊണ്ട് തന്നെ അയാൾ മാപ്പെന്ന രീതിയിൽ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഇത്രയും കാലം നിൻ്റെ മനസ്സ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ നിന്നോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നും മോളെ. കഴിഞ്ഞത് തന്നെ ആലോചിച്ചിങ്ങനെ വിഷമിക്കല്ലേ മാമ. അവൾ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ കണ്ണു തുടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ശരി അച്ഛാ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, തീർച്ചയായിട്ടും കല്യാണ നിശ്ചയത്തിന് നിങ്ങൾ വരണം എന്ന് പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന്. രണ്ടുപേരും വാസുവിനോട് യാത്ര ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അയാളാണെങ്കിൽ അവർ പോകുന്നത് തന്നെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് കാണിക്കുന്നത് മലര് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് റെഡിയായിട്ട് വരികയാണ്. അതേസമയം ലക്ഷ്മിയും ജാനകിയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ജാനകി ലക്ഷ്മിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കല്യാണക്കത്തൊക്കെ കൊടുത്തു തുടങ്ങണമെന്ന്. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ മുറ്റത്ത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി, മലര് വന്നപ്പോൾ തന്നെ വിളിക്കുകയാണ്, ആടാ സ്കൂളിലേക്ക് പോകാൻ റെഡിയായോ? ആ റെഡിയായി മുത്തശ്ശി. എവിടെ അമ്മ? എവിടെ? അമ്മ വരുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രികയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ, ഞാൻ മലരിനെ സ്കൂളിൽ അയച്ചിട്ട് വരാം. ജാനകിയോടും ചന്ദ്രിക യാത്ര ചോദിക്കുകയാണ്. മലരും അതുപോലെ തന്നെ ലക്ഷ്മിക്കും ജാനകിക്കൊക്കെ കൈവീശി കാണിച്ചിട്ടാണ് പോകുന്നത്. ചന്ദ്രികയോട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക വേണമെങ്കിൽ ഞാൻ മലറിനെ കാറിൽ ഡ്രോപ്പ് ചെയ്തോളാം. വേണ്ട സർ, ഞാൻ തന്നെ കൊണ്ടാക്കിയിട്ട് വരാം. ചന്ദ്രിക സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് മുറ്റത്തായിട്ടൊരു ഓട്ടോ വരുന്നത്. മുഴുവനായിട്ട് അലങ്കരിച്ചിട്ടാണ് ആ ഓട്ടോ വരുന്നത്, ബലൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രികയും അതുപോലെ ലക്ഷ്മിയൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, മഹേഷായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മഹേഷിൻ്റെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർക്കടുത്തേക്ക് വരുന്നത്. പക്ഷേ ചന്ദ്രികയ്ക്ക് വല്ലാത്ത ദേഷ്യവും ആ ഒരു അരിശമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥാണെങ്കിൽ മഹേഷ് വരുന്ന കണ്ടപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. മഹേഷ് നടന്നു വന്നിട്ട് മലറിൻ്റെ അടുത്തെത്തിയപ്പോൾ ആഹാ മലർക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കവിളിൽ തലോടുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല. പക്ഷെ സിദ്ധാർത്ഥാണെങ്കിൽ സാധാരണ ഒരു അതിഥി വന്നതുപോലെ തന്നെ വാ മഹേഷ് എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതെന്താ ഓട്ടോ ഒക്കെ ആയിട്ട്? അപ്പോൾ മഹേഷ് പറയാണ്, സിദ്ധാർത്ഥ് സർ, ഇന്നാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓട്ടോ ഡെലിവറി ചെയ്ത് കിട്ടിയത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത് സർ. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സർ, ഞാൻ ഇതുവരെ ഒരു കൂലി തൊഴിലാളിയായിട്ടാണ് ജോലി ചെയ്തത്. എന്നാൽ ഇന്ന് എനിക്കൊരു ഓട്ടോ വാങ്ങിത്തന്ന് എന്നെയും നിങ്ങളൊരു മുതലാളിയാക്കി. അത് കേട്ട സമയത്ത് ചന്ദ്രിക ഷോക്കായിട്ട് സിദ്ധാർത്ഥിനെയും മഹേഷിനെയും നോക്കുവാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയും ജാനകിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ്. ആദ്യം തന്നെ സിദ്ധാർത്ഥിന് നേരെയാണ് സ്വീറ്റ്സ് കൊടുക്കുന്നത്. സ്വീറ്റ്സ് എടുത്തോ എന്ന് പറഞ്ഞ സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കൈ നിറയെ അഴുക്കാണ്, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് നേരെ പോകുന്നത് മലറിൻ്റെ അടുത്തേക്കാണ്. അവളുടെ അടുത്ത് കുഞ്ഞിരുന്നതിന് ശേഷം കവിളിലൊക്കെ തലോടുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മലരും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് മഹേഷ് സംസാരിക്കുന്നത്. ഹേയ് മലർ, അച്ഛൻ പുതിയ ഓട്ടോ വാങ്ങി കണ്ടോ എന്ന് പറയാണ്. സിദ്ധു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നോക്ക്, അച്ഛൻ്റെ ഓട്ടോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മലർ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ശേഷം നേരെ ചന്ദ്രികയെ നോക്കിയപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ മുഖം പോലും കൊടുക്കാതെയാണ് നിൽക്കുന്നത്. അത് മഹേഷും കാണുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇനി മോൾക്ക് എവിടെ പോണെങ്കിലും അച്ഛൻ്റെ ഓട്ടോയിൽ തന്നെ പോവാം, അച്ഛൻ തന്നെ വന്ന് മോളെ കൂട്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രിക ദേഷ്യത്തോടെയാണ്, ഇന്നാ സ്വീറ്റ്സ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും മലർ ചന്ദ്രികയെ നോക്കുന്നുണ്ട്. അതും അവൾക്ക് താല്പര്യമില്ലാന്ന് ചന്ദ്രികയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മലറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലര് മഹേഷിനോട് പറയാണ്, എനിക്ക് വേണ്ട. അത് കേട്ടപ്പോൾ മഹേഷിനാകെ ഒരു സങ്കടമായി. പക്ഷേ അവൻ ചന്ദ്രികയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയാണ്, ചന്ദ്രിക, ഇന്നാ സ്വീറ്റ്സ് എടുത്തോ, എനിക്ക് നിങ്ങളുടെ സ്വീറ്റ്സ് ഒന്നും വേണ്ട. ചന്ദ്രിക മുഖം തിരിക്കുകയാണ്. പിന്നെ നേരെ പോയത് ലക്ഷ്മിയുടെ അടുത്തേക്കാണ്. ലക്ഷ്മിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരസിക്കുകയാണ്. ജാനകിയുടെ നേരെ കൊടുത്തപ്പോൾ ജാനകിയും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കാർക്കും എൻ്റെ മേലുള്ള ദേഷ്യം ഇനിയും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സാരമില്ല, ഇന്ന് ഞാനൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളൊക്കെ തന്നെയാണ് കാരണം. മൃഗത്തെ പോലെ ഉണ്ടായിരുന്ന എന്നെ നിങ്ങളെല്ലാവരും മനുഷ്യനാക്കി മാറ്റി. മഹേഷ് കുറ്റബോധം എന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതായത് എല്ലാവർക്കും അവനോട് പാവം തോന്നുന്ന ഒരു രീതിയിലായിരുന്നു അവൻ്റെ സംസാരം. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതുകൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനും സത്യസന്ധനുമായിട്ടുള്ള ഒരാളായിരിക്കും. മഹേഷിൻ്റെ ആ വാക്കുകളിൽ എല്ലാവർക്കും അവനോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും ചന്ദ്രികയ്ക്ക് മാത്രം അവനോട് ഒട്ടും സഹതാപം തോന്നുന്നുണ്ടായിരുന്നില്ല. വീണ്ടും തിരിച്ച് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, സിദ്ധു സർ, ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അതിന് നിങ്ങളാണ് കാരണം. നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഓട്ടോ വാങ്ങിക്കാൻ സാധിക്കില്ലായിരുന്നു. സർ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, ഇന്നു മുതൽ സത്യസന്ധമായി ജോലി ചെയ്ത് മാസാമാസം ഞാൻ ഈ വണ്ടിയുടെ EMI അടയ്ക്കും. മഹേഷ് അത്രയും ആത്മാർത്ഥതയോടാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ സിദ്ധുവിനും സന്തോഷം തോന്നുവാണ്. സർ, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് സർ.
എന്താ മഹേഷ് പറയൂ. സിദ്ധു ചോദിച്ചപ്പോൾ മലറിനെ നോക്കിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, ആദ്യത്തെ യാത്ര മലറിനെയും കൂട്ടിക്കൊണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കേട്ടപ്പോൾ ചന്ദ്രിക ഞെട്ടിയിട്ട് അവരെ നോക്കുവാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയും സിദ്ധാർത്ഥും ജാനകിയും ഒക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ഈ ഒരു ആഗ്രഹം സാർ ഒന്ന് നിറവേറ്റി തരണം പ്ലീസ് സർ. മലറിനെ എൻ്റെ കൂടെ അയച്ചാൽ മതി, ഞാൻ അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തോളാം. പക്ഷേ സിദ്ധാർത്ഥിന് മറുപടി പറയാൻ അവസരം കൊടുക്കും മുന്നേ തന്നെ ചന്ദ്രിക അത് വിലക്കുവാണ്. മലറിന് നിങ്ങളുടെ കൂടെ അയക്കാൻ പറ്റില്ല, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. ചന്ദ്രിക അതിനു മുൻപ് അത്രയും ദേഷ്യത്തിൽ സിദ്ധാർത്ഥും ജാനകിയും ലക്ഷ്മിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഹേഷ് വീണ്ടും പറയുന്നുണ്ട്, സാരയില്ല സർ, പക്ഷേ നാളെ മുതൽ മലറിനെ റെഗുലറായിട്ട് ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടോട്ടെ സർ. ചന്ദ്രിക ഡയറക്റ്റ് മഹേഷിന് മറുപടി കൊടുക്കാതെ സിദ്ധാർത്ഥിനോട് എന്ന പോലെ പറയാണ്, ഇയാളുടെ കൂടെയൊന്നും എൻ്റെ മോളെ വിട്ടയക്കാൻ പറ്റില്ല. സാരയില്ല സർ, എൻ്റെ മോള് നന്നായി പഠിച്ചാൽ എനിക്കത് മതി. കാരണം ചന്ദ്രികയോട് തർക്കിക്കാനൊന്നും മഹേഷ് നിൽക്കുന്നില്ല. സർ, അപ്പോൾ ഞാൻ പോവാണ് സർ, ഈ സ്വീറ്റ്സ് നിങ്ങൾ തന്നെ എല്ലാവർക്കും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ ആ സ്വീറ്റ്സ് ഏൽപ്പിച്ചിട്ട് മഹേഷ് പോവാണ്. പോകുമ്പോൾ വീണ്ടും മലറിനെ തലോടുന്നുണ്ട്. മലർ, അച്ഛൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചന്ദ്രിക അപ്പോഴും മുഖം കൊടുക്കാതെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. മഹേഷ് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്നും പോകുന്നത്. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനും വല്ലാത്ത വിഷമം തോന്നുകയാണ്. എല്ലാവരോടും യാത്ര ചോദിച്ചൊരു പാവത്തിനെ പോലെയായിരുന്നു മഹേഷ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മഹേഷ് അവിടെ നിന്നും പോയതിനു ശേഷം ചന്ദ്രിക ആദ്യം തന്നെ ചെയ്ത കാര്യം സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ മഹേഷ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സ് വാങ്ങി വലിച്ചെറിയാണ്. ഏയ് ചന്ദ്രിക, സിദ്ധു വിളിച്ചു പോവാണ്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സർ നിങ്ങൾ മഹേഷിനെ സഹായിച്ചത്? അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.